ഉപവസിക്കുമോ നീ, പ്രാർത്ഥിക്കുമോ, അനുദപിച്ചു നീ പുതു സൃഷ്ടിയാകുമോ? ഉപവസിക്കുമോ നീ, പ്രാർത്ഥിക്കുമോ, അനുദപിച്ചു നീ പുതു സൃഷ്ടിയാകുമോ? വെട്ടിലും വെട്ടുക്കിളിയും തുള്ളനും പച്ചപ്പുഴുവും നശിപ്പിച്ച കാലങ്ങൾക്ക് ദൈവം പകരം തരും. വെട്ടിലും വെട്ടുകിളിയും തുള്ളനും പച്ചപ്പുഴുവും നശിപ്പിച്ച കാലങ്ങൾക്ക് ദൈവം പകരം തരും. ഉപവസിക്കുമോ നീ, പ്രാർത്ഥിക്കുമോ, അനുദപിച്ചു നീ പുതു സൃഷ്ടിയാകുമോ? ഉപവസിക്കുമോ നീ, പ്രാർത്ഥിക്കുമോ, അനുദപിച്ചു നീ പുതു സൃഷ്ടിയാകുമോ? ഉപവാസത്തോടും കരച്ചിലോടും നീ ദൈവസന്നിധി മടങ്ങി വന്നിടുമോ? ഉപവാസത്തോടും കരച്ചിലോടും നീ ദൈവസന്നിധി മടങ്ങി വന്നിടുമോ? ദൈവം കൃപയുള്ളവൻ, മഹാദയയുള്ളവൻ, അനർത്ഥമൊന്നും വരുത്താതെ ദൈവം മനസ്സലിയും. ദൈവം കൃപയുള്ളവൻ, മഹാദയയുള്ളവൻ, അനർത്ഥമൊന്നും വരുത്താതെ ദൈവം മനസ്സലിയും. ഉപവസിക്കുമോ നീ, പ്രാർത്ഥിക്കുമോ, അനുദപിച്ചു നീ പുതു സൃഷ്ടിയാകുമോ? ഉപവസിക്കുമോ നീ, പ്രാർത്ഥിക്കുമോ, അനുദപിച്ചു നീ പുതു സൃഷ്ടിയാകുമോ? ജനത്തെ കൂട്ടുവിൻ, ഊതുവിൻ, കാണും, ഇപ്പോൾ ഉപവാസം പ്രഖ്യാപിക്കുവിൻ. ജനത്തെ കൂട്ടുവിൻ, ഊതുവിൻ, കാണും, ഇപ്പോൾ ഉപവാസം പ്രഖ്യാപിക്കുവിൻ. ദൈവം മുൻമഴ നൽകും, പിന്മഴയും പെയ്ച്ചു തരും. അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിടും, ദൈവത്തെ സ്തുതിച്ചിടുവിൻ. ദൈവം മുൻമഴ നൽകും, പിന്മഴയും പെയ്ച്ചു തരും. അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിടും, ദൈവത്തെ സ്തുതിച്ചിടുവിൻ. ഉപവസിക്കുമോ നീ, പ്രാർത്ഥിക്കുമോ, അനുദപിച്ചു നീ പുതു സൃഷ്ടിയാകുമോ? ഉപവസിക്കുമോ നീ, പ്രാർത്ഥിക്കുമോ, അനുദപിച്ചു നീ പുതു സൃഷ്ടിയാകുമോ? വെട്ടിലും വെട്ടുകിളിയും തുള്ളനും പച്ചപ്പുഴുവും നശിപ്പിച്ച കാലങ്ങൾക്ക് ദൈവം പകരം തരും. വെട്ടിലും വെട്ടുകിളിയും തുള്ളനും പച്ചപ്പുഴുവും നശിപ്പിച്ച കാലങ്ങൾക്ക് ദൈവം പകരം തരും. ഉപവസിക്കുമോ നീ, പ്രാർത്ഥിക്കുമോ, അനുദപിച്ചു നീ പുതു സൃഷ്ടിയാകുമോ? ഉപവസിക്കുമോ നീ, പ്രാർത്ഥിക്കുമോ, അനുദപിച്ചു നീ പുതു സൃഷ്ടിയാകുമോ? ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഫോളോ മീ, ഐ വിൽ മേക്ക് യു ഫിഷേഴ്സ് ഓഫ് മെൻ. എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. അതായിരുന്നു ഉപവാസത്തിൻ്റെ ആപ്തവാക്യം. അപ്പോൾ യേശുവിൻ്റേതായിട്ടുള്ള അനുഭവം ലോകത്തിന് വിളംബരം ചെയ്യുമ്പോഴാണ് നമ്മൾ യേശുവിൻ്റെ അനുയായികളായിട്ട് അനേകരെ യേശുവിലേക്ക് ആകർഷിക്കുവാൻ കഴിയുന്നത്. സോ അൺലെസ് ആൻഡ് അണ്ടിൽ യു ബിക്കം testimonies for Jesus Christ, you cannot attract anybody to Jesus. When you speak about somebody, you must relate your experience about that person to somebody.
Only then you can attract them. So similarly, when you say that you are a witness of Jesus Christ, and when you witness your experience to others, they'll be drawn towards Christ. And when Jesus says, follow me, I will make you fishers of men, this is the way you are going to capture men. ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് കർത്താവ് പറഞ്ഞു. എന്നെ അനുഗമിക്കും. അവനെ അനുഗമിക്കുമ്പോൾ യേശുവിൻ്റെ മഹത്വവും മഹിമയും യേശുവിൻ്റെ സൗഖ്യവും സമാധാനവും സാന്ത്വനവും അനേകരിലേക്ക് പകരുമ്പോഴാണ് യേശുവിനെ അനേകർ കണ്ടെത്തുവാൻ കഴിയുന്നത്. പക്ഷേ അതിനടിസ്ഥാനമായിട്ട് സാക്ഷികളാകുവാൻ തക്കോണം ആവശ്യമായ ഒരു ഘടകമുണ്ട്. There's a fundamental element what is required for effective testimony. That's it. സാക്ഷി എല്ലാവരും പറയാം. That's not at all a difficult thing. You can talk to anybody about this. That's not difficult. But should it be effective, then there's a need of a fundamental factor. And that you could find in Acts of the Apostles, chapter 1, verse 8. But you will receive power. When the Holy Spirit comes upon you. And you will be my witnesses. In Jerusalem. And in Judea. And Samaria. And to the ends of the earth. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കണം. യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. അപ്പോൾ യേശുവിൻ്റെ സാക്ഷി, ഇഫ് യു ഹാവ് ടു വിറ്റ്നസ് ജീസസ് ക്രൈസ്റ്റ്, ഇഫ് യു ഹാവ് ടു ഫോളോ ജീസസ് ക്രൈസ്റ്റ്, 3 important things are required. 3 സുപ്രധാനമായ കാര്യങ്ങൾ നടക്കണം. എൻ്റെയും നിങ്ങളുടെയും ജീവിതയാത്രയിൽ യേശുവിൻ്റെ സാക്ഷികളായി തീരണമെങ്കിൽ അതിന് അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ ആവശ്യമുണ്ട്. ദിസ് കാർഡ് ഈസ് ഓൺലി എ റിമൈൻഡർ. ഈ കാർഡ് പോക്കറ്റ് എന്ന് വിചാരിച്ച് ഉടനെ ചാടിക്കയറി യേശുവിൻ്റെ സാക്ഷികളാകാൻ സാധ്യമല്ല. ദിസ് ഈസ് ഓൺലി ടു റിമൈൻഡ് യു വെൻ യു ടേക്ക് യുവർ ക്രെഡിറ്റ് കാർഡ് ഔട്ട്, ജീസസ് ഓൾസോ വിൽ ജമ്പ് ഔട്ട്. Am I right? So you know that you need to. So this is just a trigger, you see, just to make you conscious that you should do. Then you, I forgot to speak about Jesus. Never mind, put the credit card back and take this card out and put it again in your desk so that it will never come out. You can do 2 things. So what is most important? The card is a reminder. But what you need essentially is a factor, what Jesus says. He says, you will receive power. So you need power. You need power. For what? To be effective testimonies. If you want to be a witness for Jesus Christ, you need to have power. യേശുവിൻ്റെ സാക്ഷികളാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആവശ്യമായിരിക്കുന്നത് ശക്തിയാണ്. You need power. Without power, you cannot become a testimony for Jesus Christ. And you must understand, this is not the physical power that is required. Physically, you may be weak, no doubt. You may be sick, no doubt. But it's not that sort of power you need to propel you to be a testimony for Christ. നിനക്ക് ശക്തി ആവശ്യമുണ്ട്. കായിക ശക്തിയല്ല, മാനസിക ശക്തിയല്ല, പിന്നെയോ ലോകത്തിലെ മറ്റൊരു ശക്തിയുമല്ല, ആത്മീയമായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിക്കുമ്പോഴാണ് നിങ്ങൾ അറിയാതെ യേശുവിൻ്റെ സാക്ഷികളായിട്ട് തീരുന്നത്. ഇറ്റ് വിൽ പ്രൊപ്പൽ യു. നിന്നെ അത് നയിക്കും. ഇതൊരു വ്യക്തിപരമായ അനുഭവമാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 22-ാം വാക്യം വായിക്കുമ്പോൾ, John chapter 20 verse 22, you find that Jesus had blown. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട്, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവിൻ, അത് ക്ഷമിക്കപ്പെടും, അതെ പാപം നിലനിർത്തപ്പെടും. യേശു ഉയർത്തുന്നതിന് ശേഷം അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവ് പ്രാപിക്കാൻ. Yes. After he said this, he breathed on them and said, receive the Holy Spirit. If you forgive anyone's sins, their sins are forgiven. And if you do not forgive them, they are not forgiven. Okay. Jesus blew on them. എല്ലാം ഊതി. പരിശുദ്ധാത്മാവ് എല്ലാവരുടെ മേലും ഊതി. എന്നിട്ട് എന്താ സംഭവിച്ചത്? What happened after that? What happened after Jesus blowing on them and asking them to receive the Holy Spirit?
അവർ വീണ്ടും മീൻ പിടിക്കാൻ കടലിലേക്ക് പോയി. This is what happened. They went back. 7 of them went back to the seas with the leader Peter. They went back to the seas to their old profession. They took back their nets which they had forsaken when they met Jesus after the call, "Follow me." അവർ വർഷങ്ങൾക്ക് മുൻപ് യേശുവിൻ്റെ വിളി കേട്ട് ഉപേക്ഷിച്ചു പോയ പടകും വലയും അവർ വീണ്ടും പോയി എടുത്തു. Simon Peter told them, "I am going fishing." And they said, "We will go with you." അതെ, 3 വർഷം മുൻപ് യേശുവിൻ്റെ വിളി കേട്ട് എന്നെ അനുഗമിക്കുക എന്ന് കേട്ടപ്പോൾ വലയും പടകും കടലും ഉപേക്ഷിച്ചു പോയവർ വീണ്ടും കടലിലേക്ക്, വീണ്ടും പടകിലേക്ക് വലയുമായി പോവുകയാണ്. 3 years back, they had forsaken everything. They left everything, the seas, the nets, and everything. They had left the boats, and they came to follow Jesus, and they followed Jesus for 3 years. But now, in the changing circumstances, everything is hostile about them. Jesus is no more with them. Yes, resurrected, all right, but physically he is not present with them. So Jesus blew on them, but they could not receive the Holy Spirit. അവരെ മേൽ ഊതി, പക്ഷേ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ അവർ തിരിച്ച് കടലിലേക്ക് പോകുമോ? പോവുകയില്ല. പരിശുദ്ധാത്മാവ് പ്രാപിച്ചുവെങ്കിൽ തീർച്ചയായും അവർ അവരുടേതായിട്ട് വഴികളിലേക്ക് യേശുവിനെ വിട്ടു പോവുകയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കർത്താവ് വീണ്ടും അവരെ തേടി ഗലീല കടക്കര ചെല്ലുകയാണ്. ജീസസ് വെന്റ് ഇൻ സെർച്ച് ഓഫ് ദം, ആൻഡ് ദെൻ they went and they were fishing the whole night. They could not get anything. You know all the stories. And finally, Jesus serves them breakfast, and he reinstates Peter. പത്രോസിനെ വീണ്ടും യഥാസ്ഥാനപ്പെടുത്തുന്നു. തന്നെ തള്ളിപ്പറഞ്ഞ് തൻ്റെ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് വീണ്ടും കടലിലേക്ക് പോയ പത്രോസിനെ വീണ്ടും വിളിച്ചു ചേർത്ത് ആ സ്നേഹം പകർന്ന് അവരെ മാടി വിളിക്കുകയാണ്. അപ്പോൾ യേശുക്രിസ്തുവിന് ഒരു കാര്യം മനസ്സിലായി, ഇവരെന്തു പ്രാപിച്ചിട്ടില്ല. പരിശുദ്ധാത്മ പ്രാപിച്ച ഒരാൾക്ക് രണ്ടാമത് പരിശുദ്ധാത്മാവ് പ്രാപിക്കുമെന്ന് പറയേണ്ട കാര്യമില്ല. താൻ സ്വർഗാരോഹണം ചെയ്യാൻ പോകണം. ഈസ് ഗോയിങ് അവേ, ഈസ് ഗോയിങ് ടു ascend into heaven. And before his ascension, and he calls them and tells them what should do. So he tells them, "Now I want you to be my testimonies, your witnesses. But to be a witness, what you require is spiritual power. And that power can be given by the Holy Spirit. Now, though I had blown on you, that power is not in you." അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ സാക്ഷികളായിട്ട് പോകുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ, if you want to be a witness for Jesus Christ, you need to have power, not this card alone. If you need to receive the power, you need to receive the Holy Spirit. ഈ ശക്തി പ്രാപിക്കുവാൻ കഴിയണമെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരണം. പരിശുദ്ധാത്മാവാണ് നമ്മുടെ എല്ലാ ശുശ്രൂഷ അനുഗ്രഹിക്കുന്നത്. ഞാൻ എൻ്റെ സഹോദരൻ്റെ മകൻ്റെ പട്ടംകുടയ്ക്ക് പോയപ്പോൾ എന്നെ ആകർഷിച്ചൊരു കാര്യം, അഭിയൊന്ന് തിരുമേനി ഞാൻ ശുശ്രൂഷയുടെ പരിണാമത്തിൽ അതിൻ്റെ സമാപ്തിയിൽ പരിശുദ്ധാത്മാവിന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹം ചെറിയൊരു അനൗൺസ്മെൻറ്റ് നടത്തി. രഹസ്യ പ്രാർത്ഥനയാണ്. 54 പ്രാവശ്യമാണ് പരിശുദ്ധാത്മാവ് ഈ വൈദികനാകാൻ പോകുന്ന മകൻ്റെ മേൽ ആവസിക്കുവാൻ പ്രാർത്ഥിക്കുന്നത്. രഹസ്യ പ്രാർത്ഥനയാണ്. അദ്ദേഹത്തിൻ്റെ കാപ്പയെല്ലാം അടിച്ച് മൂടി വെച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഒരു പ്രാവശ്യം അപ്പോൾ എല്ലാവരും സഭയെല്ലാം കുറിയലായുസോൻ ചൊല്ലിക്കൊണ്ടു. 54 പ്രാവശ്യമാണ് അപ്രകാരം ആവസിക്കുവാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം ഈ വൈദിക വൃത്തിയിൽ അദ്ദേഹം കർത്താവിന് വേണ്ടി ശോഭിക്കണമെങ്കിൽ, പ്രവർത്തിക്കണമെങ്കിൽ പൂർവ്വപിതാക്കന്മാർ എഴുതി വച്ചിരിക്കുന്ന ക്രമമാണ് പരിശുദ്ധാത്മാവ് ഈ വ്യക്തിമേൽ വരണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. See, Holy Spirit is the driving force in any ministry for that matter. പരിശുദ്ധാത്മാവാണ് നമ്മെ ക്രിയാത്മകമായി വഴി നടത്തേണ്ടത്. അത് ശക്തിയാണ്. ഇറ്റ്സ് എ പവർ. You will be my witnesses. You will be my witnesses, not in Jerusalem, not in Judea, not in Samaria,
but to the uttermost parts of the world. These poor fishermen, all what they know is the three places. അല്ലേ? പ്രൊഫസർ പത്രോസിന് എന്തോ അറിയാം? ഗലീല, സി എഫ് ഗലീലി. അതെ, പ്രൊഫസർ മാത്യുവിന് എന്തോ അറിയാം? അടുത്ത യഹൂദയിലെ ചുങ്കക്കാരുടെ കാര്യം അറിയാം. സോ തോമസ് ലിയയ്ക്ക് എന്തോ അറിയാം? ശമരിയയിലെ കാര്യം അറിയാം. ശമരിയെ തീ വെച്ച് നശിപ്പിക്കാൻ പറഞ്ഞ കൂട്ടുള്ള ഒരാളാണ് പുള്ളി. So these three people know, all these disciples, they know of the geography. They know the geography of radius of 120 miles, an area of 120 miles. ഇതേ അറിയത്തുള്ളൂ. They don't know about a world which is beyond that, because none of them are professors, none of them are educated. You must understand that. അവരാരും വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരല്ല. മുക്കോന്മാർക്ക് ഗലീലക്കടലിൽ മീൻ പിടിച്ചവന് അറേബ്യൻ കടലിനെ കുറിച്ച് ഒരിക്കലും അറിയാൻ സാധ്യമല്ല. Can they know about Bengal, Bay of Bengal? They don't know. For them, their world is the Gennesaret Lake, or what you call Galilee, Sea of Galilee or something like that. So Jesus tells these three places so that they will understand, they will not get frightened. So these three places you are going to be my testimonies, witnesses. And then he added one more clause. To the uttermost parts of the earth. ലോകത്തിൻ്റെ അറ്റത്തോളം അറ്റം എവിടെ വരെയാണെങ്കിൽ അവിടെ വരെയും നിന്നെ സാക്ഷിയാക്കി മാറ്റുവാൻ ഈ ശക്തിക്ക് കഴിയും. He can make you a witness, not only in these known places, but to the uttermost part. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അങ്ങനെയാണ്. So don't limit yourself. ഞാൻ പറഞ്ഞല്ലോ, യേശു വേണ്ടി പ്രവർത്തിക്കാനായിട്ട് നിങ്ങളുടേതായിട്ടുള്ള ദർശനം ചെറുതാകരുത്, വലുതാകണം. ആകാശം വരെ ആകട്ടെ. Don't let it be small. Make high goals. Make great goals for Jesus. These poor people believed that. They believed that the Holy Spirit can take them to the ends of the world. ലോകത്തിൻ്റെ അറ്റത്തോളം എത്തിക്കാവുന്ന അതേ അവർക്കറിയാമായിരുന്നു. എന്നെ ദൈവം വിളിക്കുമ്പോൾ എനിക്ക് യു എയുടെ പ്രദേശത്തിന് അപ്പുറമായിട്ടൊരു പ്രദേശത്തെക്കുറിച്ച് അറിയാനേ വയ്യ. അറിയാം, സ്ഥലങ്ങളെക്കുറിച്ച് അറിയാം. I never expected to go to so many places. I never expected to do so many things. I never expected. But I believe in the infinite power of the Holy Spirit. പരിശുദ്ധാത്മാവിൻ്റേതായിട്ടുള്ള ആ വലിയ ശക്തിയെക്കുറിച്ച് എനിക്ക് ബോധ്യമുണ്ട്. He will equip you for everything. എല്ലാറ്റിനും നമ്മളെ സജ്ജമാക്കും. Whatever you want to do for the glory of God, He will equip you, He will strengthen you, He will guide you, He will lead you, He will bless you. So Jesus tells them, to the uttermost parts of the world. And that is what brought Saint Thomas to Kerala. Saint Thomas had never thought of coming to Kerala before attaining the Holy Spirit. Never did he say about that. Each disciple went to a different part of the world. Some went to Russia, some went to Armenia, different parts of the world, all neighboring countries. And you must know, there was no transportation as we see today. How did they come? How can they imagine of coming to a land? അപ്പോൾ അവിടെ നിന്ന് കയറി കഴിഞ്ഞിട്ട് കപ്പലുകളൊന്നുമില്ല. അതെ, പായ്ക്കപ്പൽ യാത്ര ചെയ്യണം. എവിടേക്കാ പോകുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. അവരിങ്ങനെ യാത്ര ചെയ്യാണ്. ലോകത്തിൻ്റെ അറ്റത്തോളം സാക്ഷികളാകുമെന്നുള്ളൊരു വാഗ്ദത്തം മാത്രമാണ് കയ്യിലുള്ളത്. It's only a promise. See, today we may set out when we have a destination. നമുക്കിവിടെ വരെ പോകണമെന്ന് പറഞ്ഞ് you can have a destination. But here, Jesus says, there is no limit, there is no destination. What he tells Abraham, ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോവുക. Go to the land which I am going to show you. We don't know about the land. He doesn't know about the land. You don't know where it is. You don't know what the people are. I am going to show you, but to see that, you have to set out. That's the most important thing. ഞങ്ങളോട് സ്ഥലം ഏതാണെന്ന് പറയാമെന്ന് ഞങ്ങൾ പോകാം, അല്ലാതെ ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല. അതല്ലേ നമ്മുടെ ആറ്റിറ്റ്യൂഡ്. That's our attitude. If Jesus says, no, don't worry, my son, I am going to give the Holy Spirit and I am going to lead you to New York, then immediately praise the Lord, hallelujah. And നാളെ ന്യൂയോർക്ക് ഞാൻ ഉടുപ്പും തയ്പ്പിച്ചുകൊണ്ട് ഇറങ്ങി ട്രാഫിക്. How nice, what a great praise the Lord, brother. God has given me a promise to go to New York. Nice, isn't it? It's not that. It's a goal. The Holy Spirit, is something which stays in you.
The experience of Holy Spirit is not an ice cream experience. Do you understand that? When you put ice cream inside, it is very nice, very cold, very sweet, so nice, so nice. But after 5 minutes, where is the ice cream? Huh? Finished. So Holy Spirit is not for this fasting prayer. 3 days, everything is fine, praise the Lord, hallelujah, banging the hands and spoiling the hands and doing what, all things. Huh? Sitting here and always praying and, blaming others for not praying. All that is good. Isn't it? ഇതൊരു ഐസ്ക്രീം അനുഭവമല്ല. ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ എന്താ? വായിലിപ്പോൾ നല്ല മധുരമാണ്, നല്ലതാണ്, നല്ല ഐസ്ക്രീമാണ്. യെസ്, മഞ്ജു വാര്യർ കഴിക്കുന്ന ഐസ്ക്രീമാണ്. അവിടെ അഡ്വർടൈസ്മെൻറ്റ് ഐസ്ക്രീമിലുണ്ട് അല്ലേ? അതുകൊണ്ട് വളരെ രുചികരമാണ്, ഒക്കെ നല്ലതാണ്. പക്ഷേ 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഐസ്ക്രീമും തീർന്നു, എല്ലാം തീർന്നു. പിന്നെ ഐസ്ക്രീമിനെ കൂടി കിട്ടാൻ പറ്റുമോ? പരിശുദ്ധാത്മാവിൻ്റെ ഐസ്ക്രീം എക്സ്പീരിയൻസ് അല്ല. ഇറ്റ്സ് എ സ്റ്റേയിങ് എക്സ്പീരിയൻസ് ഇൻ യു. നിലനിന്നുകൊണ്ട് ഫലം പുറപ്പെടുവിക്കുകയാണ്. അത് 1 ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ 3 മാസത്തേക്കോ അല്ല. നിന്നെ നയിക്കുന്ന, നിന്റെ ജീവിത അവസാനം വരെ നിന്നെ നയിക്കുന്ന ശക്തിയാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. അവിടെയാണ് അനേകർക്ക് വീഴ്ച സംഭവിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ ടെമ്പററി ഫോഴ്സ്, ഇറ്റ്സ് നോട്ട് എ ടെമ്പററി പവർ, ഇറ്റ്സ് എ പെർമനന്റ് പവർ. ബട്ട് ടു കീപ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്, ടു റീറ്റെയിൻ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഈ പരിശുദ്ധാത്മ ശക്തി പ്രാപിച്ച് ഒരുപാട് പേര് എനിക്കറിയാം. പക്ഷേ ഇന്ന് ശക്തിയില്ല. അതിൻ്റെ കാരണം ഈ ശക്തി നിന്റെ വിശുദ്ധി നഷ്ടപ്പെടുമ്പോൾ അത് ചോർന്നു പോകും. അതതിൻ്റെ വലിയ പ്രശ്നം. വെൻ യു ലൂസ് യുവർ സാങ്ക്ടിറ്റി, വെൻ യു ലൂസ് യുവർ ഹോളിനെസ്, ഓട്ടോമാറ്റിക്കലി the Holy Spirit is go away. He cannot stay with you because He is holy. It's the Spirit of God. Unless and until you are holy, He cannot stay with you. അതുകൊണ്ടല്ലേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിക്കാത്തത് കൊണ്ടല്ല. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിക്കാം. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവത്തിൽ നിലനിന്ന് ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ നിന്റെ ജീവിത വിശുദ്ധി ഒരു പരമപ്രധാനമായ കാര്യമാണ്, അതിപ്രധാനമായ കാര്യമാണ്. ഇതെല്ലാം പടുത്തുയർത്തുന്നത് നിന്റെ വിശുദ്ധിയിലാണ്. നിന്റെ വിശുദ്ധി എന്ന് നഷ്ടപ്പെടുന്നുവോ അന്ന് പരിശുദ്ധാത്മാവിനോട് യാത്ര പറയും. വലിയ വലിയ നിലകളിലൊക്കെയും പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചവർ പൊടുന്നനവെ വീണു പോകുന്നതിൻ്റെ കാരണം അവരുടെ വിശുദ്ധി നഷ്ടപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെടും. വിശുദ്ധി എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും വിശുദ്ധി ഉണ്ടാകണം, ഒരു കാര്യത്തിൽ മാത്രമല്ല. അതുകൊണ്ട് പിന്നെ ടെസ്റ്റിമണി നഷ്ടപ്പെടുകയാണ്, വിറ്റ്നസിങ് നഷ്ടപ്പെടുകയാണ്. യു ലൂസ് യർ ടെസ്റ്റിമണി, യു ലൂസ് യർ വിറ്റ്നസ് ബിക്കോസ് യു ഹാവ് ലോസ്റ്റ് യുവർ ഹോളിനെസ്. യുവർ ഹാൻഡ് ഷുഡ് ബി ഹോളി, യുവർ ഐസ് ഷുഡ് ബി ഹോളി. Yesterday I was speaking to Telugu people. I said, there should be a great change in your life. Great change since I was born. Great change since I was born. Great change since I was born. There's a great change since I was born. Things I used to see, I see them no more. Things I used to see, I see them no more. Things I used to see, I see them no more. There's a great change since I was born. 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 There's a great change since I was born. Things I used to do, I do them no more. Things I used to do, I do them no more. Things I used to do, I do them no more. There's a great change since I was born. 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 There's a great change since I was born. അതുകൊണ്ട് ഒരു മാറ്റം എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടായിരിക്കുന്നു. ഞാൻ വീണ്ടും പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഒരു പുതിയ സൃഷ്ടിയായി കഴിഞ്ഞതിന് ശേഷം there's a great change. ഞാൻ പണ്ട് കണ്ടതുപോലെയല്ല ഇന്ന് കാണുന്നത്, ഞാൻ പണ്ട് കേട്ടതുപോലെയല്ല കേൾക്കുന്നത്, പണ്ട് പ്രവർത്തിച്ചിരുന്നത് പോലെ അല്ല ഞാനിപ്പോൾ പ്രവർത്തിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടായിരിക്കുന്നു.
പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വരുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കുമ്പോൾ അത് നിന്നെ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റുകയാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി. When the Holy Spirit is upon you, it transforms you because it's giving you a power to be the testimony of Jesus, to be a witness of Jesus. You don't have any plans, but the Lord will lead you. പരിശുദ്ധാത്മാവാണ് ഓരോന്നിനും വഴി കാട്ടുന്നത്. എങ്ങനെയാണ് ഓരോ കാര്യം നിയന്ത്രിക്കേണ്ടത്, എങ്ങനെയാണ് ഓരോ കാര്യം ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഓരോ കാര്യം പ്രവർത്തിക്കേണ്ടത്, അതിൻ്റെ ജ്ഞാനം തരുന്നത് പരിശുദ്ധാത്മാവാണ്. പക്ഷേ അതിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. ആ പരിശുദ്ധാത്മ നിറവിൽ തന്നെ പ്രവർത്തിക്കണം. അതിൽ ചോർച്ച ഉണ്ടാകരുത്. യു ഹാവ് ടു ബി ഫുള്ളി ഇൻ ദ സ്പിരിറ്റ് ആൻഡ് യു ഹാവ് ടു ഗ്രോ ഇൻ ദ സ്പിരിറ്റ്. There are two things that can happen. You can quench the spirit. പരിശുദ്ധാത്മാവിനെ കെടുത്തിക്കളയാം, പിന്നെ പരിശുദ്ധാത്മാവിൽ വളരുവാൻ കഴിയും. ഹൗ ഡു യു ക്വെൻച്ച് ദ സ്പിരിറ്റ്? പരിശുദ്ധാത്മ ശക്തിയൊക്കെ പ്രാപിച്ചു എല്ലാം. എങ്ങനെയാണ് നീ പരിശുദ്ധാത്മാവിനെ കെടുത്തിക്കളയുന്നത്? അപ്പോസ്തലനായ പൗലോസ് പറയാണ്, നമ്മുടെ സ്വാർത്ഥതകളും നമ്മുടെ ദുഷ്ടതകളും നമ്മുടെ പാപങ്ങളും ഒക്കെയും പെരുകുമ്പോൾ നീ പ്രാപിച്ച പരിശുദ്ധാത്മാവെന്ന വെളിച്ചം കെട്ടുപോകും. നീ ദൈവത്തിന് വേണ്ടി കൂടുതലായി പ്രവർത്തിക്കുമ്പോൾ, നിന്റെ വിശുദ്ധിയിൽ നീ വളരുമ്പോൾ, ദൈവകൃപയിൽ വളരുമ്പോൾ നിന്റെ പ്രകാശം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നിനക്ക് പ്രകാശിക്കുവാൻ കഴിയും. എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം ഞാൻ സകലതും മതിയാകുന്നു. I can do all things through Christ who strengthens me. And how? It's the power of the Spirit. You see, the Holy Spirit is what? It's the Spirit of Christ. It is also called as the Spirit of Christ. Holy Spirit is known as the Spirit of Christ. യേശുവിൻ്റെ ആത്മാവാണ് വസിക്കുന്നത്. എനിക്ക് എന്തും ചെയ്യുവാൻ കഴിയും. സോ ഇറ്റ്സ് എൻ എക്സ്പീരിയൻസ്. നിങ്ങൾക്കൊരു സംശയമുണ്ട്, എന്നെ മാത്രം നോക്കിയാൽ മതി. ഈ ലോകത്ത് ഞാൻ അറ്റൻഡ് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യം, എനിത്തിങ്, കലയാണെങ്കിലും ശരി, വരയാണെങ്കിലും ശരി, ഏത് കാര്യത്തിലാണെങ്കിലും എൻ്റെ ഉപദേഷ്ടാവാരാണ്? പരിശുദ്ധാത്മാവാണ്. ഹി ഗൈഡ്സ് മീ. ഈ മ്യൂസിയം, ഈ ലേ ഔട്ട് എല്ലാം ഇവിടെ അത് പണിത പ്രിയപ്പെട്ട ബിനു ഇവിടെയുണ്ട്. ഒരു ഇൻറ്റീരിയർ ഡെക്കറേറ്ററെ കൊണ്ട് പണിയിപ്പിച്ചില്ല, അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്നടത്ത് ഇന്ന ഷെൽഫ് ഇന്ന രീതിയിൽ വരണം, ഇന്നത് വേണമെന്ന് പറഞ്ഞൊരു വരയെ കൊണ്ട് വരച്ച് കൊടുത്തേ ഉള്ളൂ. അതെല്ലാം പരിപൂർണമായിട്ട് അദ്ദേഹം പണിതതിൻ്റെ ആ പ്ലാൻ ഒരു എൻജിനീയറും മറ്റാരും ഇവിടെ വന്നിട്ടില്ല. ഓരോന്നിനെക്കുറിച്ചും അതാണ് പരിശുദ്ധാത്മാവിന്റെ നിറവ്. ഓരോ സ്ഥാനത്തു നിന്നും ഓരോ സ്ഥലത്തു നിന്നും പോയി ഓപ്ഷൻ ചെയ്യുമ്പോൾ ഇത് ആവശ്യമാണ് നമ്മുടെ മ്യൂസിയത്തിന്. പലപ്പോഴും കാണുന്നവരൊക്കെ അവിടെ അമേരിക്ക ചോദിക്കും, എന്തിനാ ഇതെല്ലാം കൂടെ കിട്ടുന്നത്, എങ്ങനെയാണ് ഇതൊക്കെ ശരിയാകുന്നതെന്ന് സംശയം പോലും തോന്നിയിട്ടുള്ള അവസ്ഥകളുണ്ട്. ചിലപ്പോൾ രാജ തന്നെ പറയും, എന്തിനാ ഇത് വാങ്ങിക്കുന്നത്? അല്ല, അതിൻ്റെ ഉദ്ദേശമുണ്ട്. അപ്പോൾ ഞാനീ പറഞ്ഞതിൻ്റെ കാരണം, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് യേശുവിൻ്റെ സാക്ഷികളാകുവാൻ നമ്മെ ഉപയോഗിക്കും. So when you are going to be a testimony for Jesus, essentially you need power from Jesus, and that power will come from the anointing of the Holy Spirit. ഞാൻ പറഞ്ഞല്ലോ, പരിശുദ്ധ സഭ ഒരു വൈദികനെ അഭിഷേകം ചെയ്യുമ്പോൾ ആ വൈദികൻ്റെ മേൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുവാൻ 54 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നുവെന്ന്, അതിനുവേണ്ടി ശുശ്രൂഷ നടത്തുന്നത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ട കാര്യം. ആരും പറഞ്ഞറിഞ്ഞതോ വായിച്ചത് എനിക്കറിയത്തില്ലായിരുന്നു. അത്രമാത്രം ആ ഓഫീസ് അത്രമാത്രം പരിശുദ്ധമാണ്. ഞാനും നിങ്ങളും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങുമ്പോൾ ഇത് അത്രമാത്രം പരിശുദ്ധവും പരിപാവനവുമാണ്. See, once the Holy Spirit is upon you, nobody can stop you, because your fundamental goal will be the glory of Jesus. നമ്മൾ ഈ പരിശുദ്ധാത്മ ശക്തി പ്രാപിച്ചിട്ട് ആ ശക്തി ഉപയോഗിച്ച് വീട് പണിയാനും മോളെ കെട്ടിക്കാനും മോനെ വാഴിക്കാനൊക്കെ പോകുമ്പോഴാണ് പരിശുദ്ധാത്മാവ് പിന്നെ പതുക്കെ അങ്ങ് വന്ന വഴി തിരിച്ചു പോകുന്നത്. നിങ്ങൾ ദുബൈക്കും പോകും, പരിശുദ്ധാത്മാവ് തിരിച്ചങ്ങ് സ്വർഗത്തിലോട്ടും പോകും. That's what is going to happen. അതുകൊണ്ട് നാം പ്രാർത്ഥിക്കുവാൻ, പ്രവർത്തിക്കുവാൻ, നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ ഫലപ്രദമായി ഉപയുക്തമാക്കുവാൻ ആവശ്യമായിരിക്കുന്ന ഘടകം ആത്മീയ ശക്തിയാണ്. ആ ശക്തി പരിശുദ്ധാത്മാവിന് മാത്രം നൽകുവാൻ കഴിയുന്നതാണ്. ഒരുപാട് പേര് ഒരുപാട് പ്രൊജക്റ്റൊക്കെ ഉണ്ടാക്കുന്നു, പോകുന്നു, പറയുന്നു. എന്തുകൊണ്ടത് പൂർണ്ണമാകുന്നില്ല? അഥവാ പൂർണ്ണമായാലും ഫലം പുറപ്പെടുവിക്കുന്നില്ല.
അതിൻ്റെ കാരണം പരിശുദ്ധാത്മാവിന് അതിൽ യാതൊരു സ്ഥാനവുമില്ല. When the Holy Spirit has no say in things done by people in the name of God, then God doesn't have anything to do with such things. എന്നെ നിങ്ങളെ ആക്കി വച്ചിരിക്കുന്ന സ്ഥാനത്ത് യേശുവിലേക്ക് ആകളെ ആശ്രയിക്കുവാൻ, യേശുവിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിലും തികവിലും പ്രവർത്തിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും കഴിയണമെങ്കിൽ നാം നമ്മെ തന്നെ ദൈവത്തിൽ സമർപ്പിക്കണം. നാം വിശുദ്ധീകരിക്കപ്പെടണം. You have to become holy. Be thou holy as I am holy. നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവർത്തികൾ, എന്തെല്ലാം കഴിഞ്ഞ കാലത്ത് എന്തെല്ലാമായിരുന്നോട്ടെ, let be whatever be in the past, forget it. Just tell Jesus to forgive. He forgives you. Whoever is hearing me from any part of the world, I just request you, just pray to Jesus in these moments that I had to forgive all what has happened. യേശു എൻ്റെ കുറവുകൾ എന്നോട് ക്ഷമിക്കണം. ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തു പോയിട്ടുണ്ട്. നിൻ്റെ തെറ്റല്ല പ്രധാനം, നീ ദൈവത്തോട് അപേക്ഷിക്കുന്ന അപേക്ഷയാണ് പ്രധാനം. എന്നോട് ക്ഷമിക്കണം. എനിക്കൊരു പുതിയ മനുഷ്യനാകണം, എനിക്കൊരു പുതിയ സൃഷ്ടിയാകണം. യേശുവെ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കൊണ്ട് ശക്തി എനിക്ക് ആവശ്യമുണ്ട്. അതിന് നിൻ്റെ പരിശുദ്ധാത്മാവിനെ ആവശ്യമുണ്ട്. ആ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ നീ എന്നെ ഒന്ന് വിശുദ്ധീകരിക്കണം, എന്നെ ഒന്ന് നന്നായി കഴുകണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നീ ശുദ്ധീകരിക്കപ്പെടും. He will wash you. You have to cry out like David, wash me, make me clean. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യങ്ങൾ പോകണം. ഒരു കഴുകലിൻ്റെ ആവശ്യമുണ്ട്. കാരണം പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കണമെങ്കിൽ നമുക്ക് വിശുദ്ധി ഉണ്ടാകണം. Unless and until we are sanctified, we are holy, the Holy Spirit can never come near us. Don't forget that. തൻ്റെ ശിഷ്യന്മാരോട് അത് പറഞ്ഞു. And then what happened? They waited upon the Holy Spirit. They waited for it. The Holy Spirit came upon them. And see the transformation. കർത്താവിനെ കയ്യാഫാവിൻ്റെ അരമനയിൽ വെച്ച് അടിക്കുന്നത് കണ്ട് അവിടുത്തെ ബാല്യക്കാരുടെ മുൻപിൽ വെച്ച് 3 പ്രാവശ്യം കർത്താവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് തൻ്റെ ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് വീണ്ടും കടലിലേക്ക് പോയ പത്രോസ്, അവൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ചപ്പോൾ അതുവരെ അവർ ഒളിച്ചിരുന്ന ആ മാളികയിൽ നിന്ന് പുറത്തു വന്ന് യെരൂശലേമിൻ്റെ തെരുവീതികളിൽ നിന്നുകൊണ്ട് യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുകയാണ്. എല്ലാവരും പ്രസംഗിക്കുകയാണ്. ആ ദിവസം 3000 പേരാണ് സഭയോട് ചേർന്നത്. അതെ, 3000 ആളുകളാണെന്ന് സഭയോട് ചേർന്നത്. ഒരൊറ്റ പ്രസംഗം. ആരായി പുള്ളി? യേശുവിനെ 3 പ്രാവശ്യം തള്ളി പോകുക. ഞാൻ അവനെ അറിയുന്നില്ല. പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി, ശപിക്കുവാൻ തുടങ്ങി. മാത്രമല്ല, യേശു പോയി, ഇനി കാര്യമൊന്നുമില്ല. എല്ലാവരെയും വിളിച്ചുകൊണ്ട് തങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ച അല്ലെങ്കിൽ ഉപേക്ഷിച്ചിരുന്ന വലയും പടകുമായി അവർ വിട്ടുപോകുന്ന കടലിലേക്ക് മടങ്ങിപ്പോയവനാണ് ഈ പത്രോസ്. പക്ഷേ പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ വന്നപ്പോൾ അതവനെ മാറ്റുകയാണ്. ഒരു പുതിയ സൃഷ്ടിയായിട്ട്, പുതിയ ശക്തിയായിട്ട് അവൻ മാറുകയാണ്. He is the one who had denied Jesus 3 times. He called his disciples and went to the Sea of Galilee again. But we find on the day of the Pentecost, when the Holy Spirit came upon him, it transformed him. And he was no more afraid of the Jewish hierarchy. He went out into the streets and started preaching about Jesus. And in his very first maiden speech, he won 3,000 people for Jesus Christ. So those who accepted his message, yes, were baptized. Yes. And about 3,000 people were added then. Yes. See the transformation. So the Holy Spirit transforms. You see, your past is left. Follow me means you leave everything behind. You're starting a new life. And then what you need is his strength to go forward. And that's what we find here. So, just take a card, keep it in your pocket, and walk about saying that you are a witness of Jesus. It is very dangerous. And after some time, this will start jumping out of your pocket when you take the credit card and your notes out, money out.
Then what you do slowly is you'll take it out and put it in your table or under your bed so that you won't see it anymore. It is very dangerous, you see. So those who take it, be very careful in taking it because it's a big commitment. It's a big, massive movement we are going to start now. It's not like you are thinking about 100 people or 200 people. No, that's not what it is. When each of you are going to speak to hundreds of people, it's going to be a mighty movement. That's what the Holy Spirit has revealed to me. Yes, it is going to transform the ministry completely. It will change the face of the ministry completely all over the world. But for that, you need to be transformed. And that transformation can be brought about only by the Holy Spirit. Then the call of Jesus will become real in your life. Follow me, and you are following him. ആ ഒരു വലിയ അനുഭവത്തിലേക്ക് ദൈവം നമ്മെ നയിക്കട്ടെ. ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുകയാണ്. ഐ എം ജസ്റ്റ് കൺക്ലൂഡിങ്. ദിസ് ഇസ് ദ ഫൈനൽ moments in our fasting prayer. If anybody anywhere is listening to me, and if you think you need this power to start life anew, ask Jesus to forgive your sins, forgive your past, start a new life in these very moments. ആരെങ്കിലും ലോകത്തിൻ്റെ എവിടെയെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിറഞ്ഞ് യേശുവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇതുവരെയും ഈ നിമിഷം വരെയും വന്നു പോയിട്ടുള്ള നിങ്ങളുടെ കുറവുകൾ ദൈവസന്നിധിയിൽ സമ്മതിച്ച് പ്രാർത്ഥിക്കുക. എന്നോടൊന്നും പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ തനിയെ എൻ്റെ യേശുവെ എന്നോട് ക്ഷമിക്കണം, എനിക്കൊരു പുതിയ മനുഷ്യനാകണം, എനിക്കൊരു പുതിയ സൃഷ്ടിയാകണം, എനിക്ക് നിനക്ക് വേണ്ടി പ്രവർത്തിക്കണം, ലോകവും അതിൻ്റെ മോഹങ്ങളും ഒഴിഞ്ഞു പോകും. എത്രമാത്രം എനിക്ക് ആയുസ് ബാക്കിയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എത്ര ദിവസമാണെങ്കിലും എത്ര മാസം എത്ര വർഷമാണെങ്കിലും യേശുവെ നിനക്ക് വേണ്ടി ജീവിക്കുവാൻ, നിന്റെ സാക്ഷിയായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. പാട്ടുകാരൻ പറയുന്നത് 4 വിരലുള്ള എൻ പ്രയാണകാലം 4 വിരൽ നീളം മായതിൻ എൻ പ്രയാണകാലം 4 വിരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. ഞാൻ പറന്നു വേഗം പ്രിയനോടു ചേരും, പിന്മഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും, എന്നും വിശ്രമിച്ചിടും. അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം, സ്വർപ്പുരമാണെൻ്റെ നിത്യമം വീട്, എൻ്റെ നിത്യമം വീട്. പാളയത്തിനപ്പുറത്തു കഷ്ടമേൽക്കുക, പാടുപെട്ട യേശുവിൻ്റെ നിന്ന ചുമക്കാം. പാളയത്തിനപ്പുറത്തു കഷ്ടമേൽക്കുക, പാടുപെട്ട യേശുവിൻ്റെ നിന്ന ചുമക്കാം. നിൽക്കും നഗരമില്ലി വീട്, പോർക്കളത്തിലെത്ര നാം നിൽക്ക വേണ്ട, പോർ പൊരുതു യാത്ര തുടരാം, വേഗം യാത്ര തുടരാം. അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം, പുറമാണെൻ്റെ നിത്യമം വീട്, എൻ്റെ നിത്യമം വീട്. അതുകൊണ്ട് മനസ്സിൻ്റെ പകയും ഈർഷ്യവും വൈരാഗ്യവും ഒക്കെ അങ്ങ് പറിച്ചു കളയണം. എത്ര നാളുണ്ട് ഈ ലോകത്തിൽ? സ്നേഹമാകുന്ന ദൈവത്തെ കാണിച്ചു കൊടുക്കുവാൻ, നല്ല മനസ്സോടെ മറ്റുള്ളവരെ സ്വീകരിക്കുവാൻ, നല്ല മനസ്സോടെ മറ്റുള്ളവരെ കാണുവാൻ, യേശുവിൻ്റെ സ്നേഹം വിളംബരം ചെയ്യുവാൻ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോഴാണ് അവൻ നമ്മെ നടത്തുന്നത്. വൈരാഗ്യവും വിദ്വേഷവും പകയും അസൂയയും പരിശുദ്ധാത്മാവ് പ്രാപിച്ചെന്ന് പറയും, പക്ഷേ വായിൽ നിന്ന് വരുന്ന മുഴുവൻ പകയും വിദ്വേഷവും ഒക്കെയാണ്. ഒരാൾ തെറ്റ് ചെയ്താൽ തെറ്റെന്ന് പറയുന്നത് അസൂയയോ ശകാരമോ വൈരാഗ്യമോ അല്ല. എന്നാൽ നിരന്തരമായ വൈരാഗ്യം കൊണ്ട് മറ്റൊരു നശിപ്പിക്കാൻ പ്രവർത്തിക്കുന്നത്, ദുഷ്ടതയിലേക്ക് വീണ്ടും 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 പോകുന്നത്. എത്ര കാലം? ഹൗ ലോങ്? ഹൗ ഫാർ ക്യാൻ യു ഡു ദാറ്റ്? Our life in this world is finite. We don't know. It is in the hands of God. Every day morning, I get up and I thank God for giving me one more morning. ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഞങ്ങളുടെ സ്തോത്രം പറയും. ഒരു ദിവസം കൂടി ഞങ്ങൾ, എനിക്ക് ആ പാട്ട് പാടാൻ ഫുള്ളായിട്ട് എൻ്റെ ശബ്ദമില്ല, നിങ്ങൾക്ക് പാടാൻ കഴിയുമെങ്കിൽ. ഒരു പ്രഭാതം കൂടി ഉണരുവാൻ അടിയ
നൽകിയ കൃപയ്ക്കായി നന്ദിയോടെ ദൈവമേ അങ്ങേ സ്തുതിച്ചിടുന്നടിയാ. നന്ദിയോടെ ദൈവമേ അങ്ങേ സ്തുതിച്ചിടുന്നടിയാ. ഉറക്കം ഉണരാതെ ഉയിർ പോയ പുലവേളയിൽ ഉറക്കം ഉണരാതെ ഉയിർ പോയ പുലവേളയിൽ ഒരു പുതുദിനം തന്നെയുണർത്തിയ ദൈവമേ സ്തോത്രം സ്തോത്രങ്ങൾ. ഒരു പുതുദിനം തന്നെയുണർത്തിയ ദൈവമേ സ്തോത്രം സ്തോത്രങ്ങൾ. ഞാനുറങ്ങുമ്പോൾ കൂടെയിരുന്നെന്നെ ഉറങ്ങാതെ കാത്തു സൂക്ഷിച്ച, ഞാനുറങ്ങുമ്പോൾ കൂടെയിരുന്നെന്നെ ഉറങ്ങാതെ കാത്തു സൂക്ഷിച്ച ദൈവത്തിൻ മഹാസ്നേഹത്തെ വാഴ്ത്തുന്നങ്ങേ പുകഴ്ത്തിയിടുന്നു. ദൈവത്തിൻ മഹാസ്നേഹത്തെ വാഴ്ത്തുന്നങ്ങേ പുകഴ്ത്തിയിടുന്നു. ഉറക്കം ഉണരാതെ ഉയിർ പോയ പുലവേളയിൽ ഉറക്കം ഉണരാതെ ഉയിർ പോയ പുലവേളയിൽ ഒരു പുതുദിനം തന്നെയുണർത്തിയ ദൈവമേ സ്തോത്രം സ്തോത്രങ്ങൾ. ഒരു പുതുദിനം തന്നെയുണർത്തിയ ദൈവമേ സ്തോത്രം സ്തോത്രങ്ങൾ. ദൈവമാണ് നമ്മളെ ഉണർത്തുന്നത്. ഉറക്കം വരാതെ ഇരിക്കുമ്പോൾ നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ ഉറങ്ങുമ്പോൾ നമ്മളെ കൂടെ നമ്മളെ വഴി നടത്തുന്നത് നമ്മുടെ ദൈവമാണ്. ഓരോ ദിവസവും ഉണരുമ്പോൾ ദൈവത്തിന് സ്തോത്രം ഉണരുന്നത്. പലപ്പോഴും രാത്രി കിടക്കുമ്പോൾ ഉണരാൻ സാധ്യമല്ല, ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് പറയുമ്പോൾ രാവിലെ അന്ന് പതിവിലും നേരത്തെ ഉണർത്തും, പുതിയ ബലം നൽകും, പുതിയ ശക്തി നൽകും. രാവിലെ ഉണർന്ന് ആർക്ക് പാര വെക്കണമെന്നും പറഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ശരിയാകുമോ? എൻ്റെ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും? കാരണം ഉറക്കമുണരാതെ ഈ പുലർവേളയിൽ അനേകരുടെ ഉയിർ പോകുന്ന അവസ്ഥയിൽ എന്നെ ഉണരുവാൻ സഹായിച്ച ദൈവത്തിനായിട്ട് സ്തോത്രം. ഞാൻ എപ്പോഴും ഓർക്കുന്ന കാര്യം അതാണ്. എനിക്ക് നിങ്ങൾക്കും ആ തോന്നൽ എപ്പോഴും ഉണ്ടാകണം. എൻ്റെ ദൈവമാണ് എനിക്ക് പുതിയ പ്രഭാതം തന്നത്. എൻ്റെ ദൈവമാണ് ഇന്ന ദിവസം എന്നെ സൂക്ഷിക്കേണ്ടത്. ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നാം പ്രാപിച്ച പരിശുദ്ധാത്മ ശക്തിയെ ജ്വലിപ്പിച്ചുകൊണ്ട് എൻ്റെ യേശുവേ, ഇന്നെനിക്ക് അങ്ങയെക്കുറിച്ച് ഒരാളോടെങ്കിലും പറയുവാൻ എനിക്ക് സഹായിക്കണം. എൻ്റെ സാക്ഷിയാണ്. എൻ്റെ ദിവസം ധന്യമാണ്. നിന്നെ അവൻ ഉള്ളം കയ്യിൽ കാത്തു സൂക്ഷിച്ചുള്ളൂ. ആർക്കും നിന്നെ തൊടാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടുന്നത്. ഇന്നലെ നമ്മൾ പാടിയതാണ്. ഞാനവനുള്ളം കയ്യിലിരിക്കയാൽ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. ഞാനവനുള്ളം കയ്യിലിരിക്കയാൽ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. ഇന്ന് എനിക്ക് വന്നു നേരിടുന്നതെല്ലാം ഉന്നതനറിഞ്ഞേ സാധ്യമായിടൂ. ഉന്നതനറിഞ്ഞേ സാധ്യമായിടൂ. ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ,
അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. അതുകൊണ്ട് നമുക്ക് തരുന്ന ആയുസ്സിൻ്റെ ദിവസങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് യേശുവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, യേശുവിൻ്റെ സാക്ഷികളായിട്ട് ലോകത്തിൻ്റെ അറ്റങ്ങളോളം പോകുവാൻ, യേശുവിന് വേണ്ടി 1000-10,000 നേടുവാനുള്ള തീരുമാനത്തോടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കുവാൻ തക്കതിനുവണ്ണം ദൈവമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ശുദ്ധീകരണമാണ് പരമപ്രധാനം. അതുകൊണ്ട് ചില നിമിഷങ്ങൾ ഞാൻ തരികയാണ്. പ്രാർത്ഥിക്കാം, എല്ലാവർക്കും പ്രാർത്ഥിക്കാം. എന്നോട് ക്ഷമിക്കണം, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണം, എനിക്കൊരു പുതിയ സൃഷ്ടിയായിട്ട് തീരണം. കഴിഞ്ഞ കാലങ്ങളുടെ എൻ്റെ എല്ലാവിധ പാപങ്ങളും ക്ഷമിക്കണം. Forgive everything that has happened in the past. I admit that I have sinned. ഉടനായ പുത്രൻ അവനെ കാത്തിരുന്ന പിതാവിൻ്റെ അടുത്തേക്ക് വന്നു. പിതാവ് അവൻ്റെ കുറ്റങ്ങളൊന്നും കൊണ്ട് ചോദിച്ചില്ല. അപ്പം നിന്നോടും സ്വർഗത്തോടും ഞാൻ പാപിച്ചു. ആ പിതാവ് അത് കേൾക്കുവാൻ കൂട്ടാക്കാതെ അവനെ മാറോടണച്ചു. അവൻ്റെ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ മാറ്റി അവനെ വലിയൊരു വിരുന്നൊരുക്കുകയാണ്. അവൻ്റെ കാലിന് ചെരുപ്പ്, കൈക്ക് മോതിരം. നിനക്ക് വേണ്ടി യേശു കാത്തു നിൽക്കുകയാണ്. ഫോളോ മീ, ഐ എം വെയിറ്റിംഗ് ഫോർ യു. He went to the Sea of Galilee to call Peter and Andrew. ഗലീല കടപ്പുറത്തേക്ക് യേശു നടന്നുപോയി. ശീമോനെയും അതേ അന്ത്രയോസിനെയും വിളിക്കുവാൻ സെബദി മക്കളുടെ അടുത്തേക്ക് അവൻ നടന്നുപോയി. അതെ, ചുങ്കക്കാരിക്കുന്ന സ്ഥലത്തേക്ക് അവൻ നടന്നുപോയി. ലേവിയെ വിളിക്കുവാൻ ശൗലിനെ തേടി അവൻ ഡമാസ്കോസിന്റെ വാതിലേക്ക് കടന്നുപോയി. യേശു ഇന്നിവിടെ നിന്നെയും വിളിക്കുകയാണ്, നമ്മെ വിളിക്കുകയാണ്. എന്നെ അനുഗമിക്കുക. ഫോളോ മീ. I need people to follow me. I need people to share my love to so many. I need people to share my compassion on so many. എന്നെ അനുഗമിക്കുവാൻ നിനക്ക് കഴിയുമോ? മകളെ, എന്നെ അനുഗമിക്കുവാൻ നിനക്ക് കഴിയുമോ? മകനെ, എന്നെ അനുഗമിക്കുവാൻ നിനക്ക് കഴിയുമോ? അവൻ നിന്നെ തേടി വന്ന് നിന്നെ വിളിക്കുകയാണ്. നീ ആയിരിക്കുന്ന സ്ഥാനത്തേക്ക് അവൻ വന്നിരിക്കുന്നു. അവന് നിന്നെ ആവശ്യമുണ്ട്. അവന് നിന്നെ ആവശ്യമുണ്ട്. അവൻ്റെ അതിമഹത്തായ ശുശ്രൂഷ കെട്ടിപ്പടുക്കുവാൻ അവന് നിന്നെ ആവശ്യമുണ്ട്. അവൻ്റെ പരിശുദ്ധാത്മ നിറയ്ക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കുക, എല്ലാവരും പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യും. പുതിയ സൃഷ്ടിയായി തീരുവാൻ, യേശുവിൻ്റെ സാക്ഷികളായിട്ട് തീരുവാൻ സഹായിക്കുന്നതിനായിട്ട് പ്രാർത്ഥിക്കുക. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളെ അളവിടാ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഉപവാസത്തിൻ്റെ അവസാന നിമിഷത്തിനായിട്ട് അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, അടിയങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവാൻ തക്കതിനുവണ്ണം അവിടുത്തെ ഓമനപുത്രൻ്റെ പുണ്യാഹ രക്തത്താൽ കർത്താവ് അടിയനെ കേൾക്കുകയും കാണുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും അവർ നിലവിളിക്കുമ്പോൾ നീ ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സകല പാപങ്ങളെയും ശുദ്ധീകരിക്കുന്ന, ഞങ്ങളുടെ സകല കുറവുകളും പരിഹരിക്കുന്ന ഹല്ലേലൂയ അവിടുത്തെ ഓമനപുത്രന്റെ രക്തത്താൽ ഇപ്പോൾ ഞങ്ങളെ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഓമനപുത്രന്റെ മഹത്വമുള്ള ശുശ്രൂഷയ്ക്കായി അവന്റെ വിളി കേട്ടിറങ്ങുവാൻ ഞങ്ങൾ വന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന് സ്തോത്രം. എന്നുമെന്നും പാടി പുകഴ്ത്താം, യേശുവിനെ എപ്പോഴും പാടി സ്തുതിക്കാം. എന്നുമെന്നും പാടി പുകഴ്ത്താം, യേശുവിനെ എപ്പോഴും പാടി സ്തുതിക്കാം. എവിടെയും സാക്ഷ്യമായിടാം, യേശുവിനെ എല്ലായിടവും ഉയർത്തിയിടാം. എവിടെയും സാക്ഷ്യമായിടാം, യേശുവിനെ എല്ലായിടവും ഉയർത്തിയിടാം. രാജാ
എവിടെയും സാക്ഷ്യമായിടാം, യേശുവിനെ എല്ലായിടവും ഉയർത്തിയിടാം. എവിടെയും സാക്ഷ്യമായിടാം, യേശുവിനെ എല്ലായിടവും ഉയർത്തിയിടാം. മശിഹാ രാജാവേശു, ഹല്ലേലൂയ, പാപിയെ വീണ്ടെടുത്തവൻ. മശിഹാ രാജാവേശു, ഹല്ലേലൂയ, പാപിയെ വീണ്ടെടുത്തവൻ. മരണത്തെ ജയിച്ചവനേശു, ഹല്ലേലൂയ, മൂന്നാം നാൾ ഉയർത്തവൻ. മരണത്തെ ജയിച്ചവനേശു, ഹല്ലേലൂയ, മൂന്നാം നാൾ ഉയർത്തവൻ. എന്നുമെന്നും പാടി പുകഴ്ത്താം, യേശുവിനെ എപ്പോഴും പാടി സ്തുതിക്കാം. എന്നുമെന്നും പാടി പുകഴ്ത്താം, യേശുവിനെ എപ്പോഴും പാടി സ്തുതിക്കാം. എവിടെയും സാക്ഷ്യമായിടാം, യേശുവിനെ എല്ലായിടവും ഉയർത്തിയിടാം. എവിടെയും സാക്ഷ്യമായിടാം, യേശുവിനെ എല്ലായിടവും ഉയർത്തിയിടാം. രാജാധിരാജനേശു, ആമേൻ, കർത്താധി കർത്തനവൻ. രാജാധിരാജനേശു, ആമേൻ, കർത്താധി കർത്തനവൻ. ഇമ്മാനുവേലം കർത്തനേ, ആമേൻ, ഇഹത്തിലെന്നും വാഴ്ത്തിയിടാം. ഇമ്മാനുവേലം കർത്തനേ, ആമേൻ, ഇഹത്തിലെന്നും വാഴ്ത്തിയിടാം. എന്നുമെന്നും പാടി പുകഴ്ത്താം, യേശുവിനെ എപ്പോഴും പാടി സ്തുതിക്കാം. എന്നുമെന്നും പാടി പുകഴ്ത്താം, യേശുവിനെ എപ്പോഴും പാടി സ്തുതിക്കാം. എവിടെയും സാക്ഷ്യമായിടാം, യേശുവിനെ എല്ലായിടവും ഉയർത്തിയിടാം. എവിടെയും സാക്ഷ്യമായിടാം, യേശുവിനെ എല്ലായിടവും ഉയർത്തിയിടാം. മശിഹാ രാജാവേശു, ഹല്ലേലൂയ, പാപിയെ വീണ്ടെടുത്തവൻ. മശിഹാ രാജാവേശു, ഹല്ലേലൂയ, പാപിയെ വീണ്ടെടുത്തവൻ. മരണത്തെ ജയിച്ചവനേശു, ഹല്ലേലൂയ, മൂന്നാം നാൾ ഉയർത്തവൻ. മരണത്തെ ജയിച്ചവനേശു, ഹല്ലേലൂയ, മൂന്നാം നാൾ ഉയർത്തവൻ. എന്നുമെന്നും പാടി പുകഴ്ത്താം, യേശുവിനെ എപ്പോഴും